കർത്താവിനാൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്നവരെ, വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 20-ാം വാക്യം, സ്വർഗത്തിൽ നിങ്ങളുടെ പേരുകൾ എഴുതപ്പെട്ടിരിക്കുന്നതിൽ നിങ്ങൾ സന്തോഷിക്കുവീൻ. സ്വർഗത്തിൽ നിങ്ങളുടെ പേരുകൾ എഴുതപ്പെട്ടിരിക്കുന്നതിൽ നിങ്ങൾ സന്തോഷിക്കുവീൻ. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ തിരഞ്ഞെടുത്ത് നിയോഗമേൽപ്പിച്ച് അവരെ പറഞ്ഞു വിടുന്നു. അതിനുശേഷം അവർ തിരിച്ചു വന്ന് യേശുവിൻ്റെ മുൻപാകെ കണക്കുകൾ ബോധിപ്പിക്കുന്നതായ അവസരത്തിൽ അവർ പ്രവർത്തിച്ചതും ചെയ്തതുമായ കാര്യങ്ങൾ യേശുതമ്പുരാൻ്റെ അടുക്കൽ വിവരിക്കുമ്പോൾ യേശുതമ്പുരാൻ പറയുന്നതായ വചനമാണ് ഇത്: സ്വർഗത്തിൽ നിങ്ങളുടെ പേരുകൾ എഴുതപ്പെട്ടിരിക്കുന്നതിൽ സന്തോഷിക്കുവീൻ. മലങ്കര സുറിയാനി കത്തോലിക്കാ സഭ ഇന്നേറെ അഭിമാനിക്കുകയാണ്, ഏറെ സന്തോഷിക്കുകയാണ്. പുണ്യപിതാവായ മാർ ഇവാനിയോസ് പിതാവിൻ്റെ നാമം സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് സഭയൊന്നാകെ അനുസ്മരിച്ചുകൊണ്ടാണല്ലോ ഈ ജൂലൈ മാസം 1-ാം തീയതി മുതൽ എത്രയോ സ്ഥലങ്ങളോട് ചേർന്ന് പുണ്യപിതാവിൻ്റെ നാമത്തിൽ ശുശ്രൂഷകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഈ കഴിഞ്ഞ 1-ാം തീയതി മുതൽ മലങ്കര സുറിയാനി കത്തോലിക്കാ സഭയുടെ പ്രധാന പദയാത്ര ധന്യന്മാർ ഇവാനിയോസ് പിതാവ് സ്ഥാപിച്ചതായ ബഥനി ആശ്രമം കുടികൊള്ളുന്നതായ മുണ്ടൻമലയിൽ നിന്ന്, പെരുനാട്ടിൽ നിന്ന് ആരംഭിച്ച് ഇവിടെ ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ സൂചിപ്പിച്ചതുപോലെ ഇന്ന് വൈകിട്ട് സന്ധ്യയോടുകൂടി പുണ്യപിതാവിൻ്റെ കബറിടത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ അനേകായിരങ്ങൾ ഈ പദയാത്രയിൽ ഈ ദിവസങ്ങളോട് ചേർന്ന് ത്യാഗമേറ്റെടുത്തുകൊണ്ട് പദയാത്രികരായി, തീർത്ഥാടകരായി നടന്ന് വരികയാണ്. പ്രധാന പദയാത്രയെന്ന് പെരുന്നാട്ടിൽ നിന്നുള്ള പദയാത്രയെ നമ്മൾ വിളിക്കുമ്പോൾ തന്നെ നമുക്കറിയാം, മലങ്കര സുറിയാനി കത്തോലിക്കാ സഭയുടെ സാന്നിധ്യം ഇന്ന് കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. കേരളത്തിൽ തന്നെ വിവിധ ഭദ്രാസനങ്ങളോട് ചേർന്ന് പദയാത്രകൾ സംഘടിപ്പിച്ചുകൊണ്ട് ഈ പുണ്യപിതാവിൻ്റെ കബറിടത്തിലേക്ക് വ്യത്യസ്തമായും പ്രധാന പദയാത്രയോട് ചേർന്നും ഒഴുകിയെത്തുന്നത് ഈ നാളുകളിൽ, ഈ ദിവസങ്ങളിൽ നമ്മൾ കാണുകയാണ്. ഭാരതത്തിന് പുറത്ത് അനേകം സ്ഥലങ്ങളോട് ചേർന്ന് ഒരുപക്ഷേ സഭാമക്കൾക്ക് തങ്ങളുടെ വിശ്വാസം ഏറ്റുപറയുവാൻ, ജീവിക്കുവാൻ, സാക്ഷ്യപ്പെടുത്തുവാൻ സാധ്യമല്ല എന്ന് ചിന്തിക്കുന്നതായ സ്ഥലങ്ങളിൽ പോലും ഇന്ന് പദയാത്രകൾ മാത്രമല്ല, അതിനോട് ചേർന്നുള്ള ശുശ്രൂഷകളുമെല്ലാം നടത്തി പുണ്യപിതാവിൻ്റെ 72ാമത് ഓർമ്മ പെരുന്നാൾ ആഘോഷിക്കുന്നത് കാണുമ്പോൾ, അതിനോട് ചേർന്ന് നിൽക്കുമ്പോൾ മലങ്കര സുറിയാനി കത്തോലിക്കാ സഭയുടെ മക്കൾ എന്ന നിലയിൽ പുണ്യപിതാവിൻ്റെ ഓർമ്മ തിരുനാളിൽ നമ്മളേറെ സന്തോഷിക്കുകയാണ്. ഒരു നാളിൽ ജൂലൈ 15-ാം തീയതി മാത്രം ഒതുങ്ങി നിന്നതായ ഓർമ്മ തിരുനാളിൻ്റെ ആഘോഷമായിരുന്നെങ്കിൽ ഇന്ന് ഈ ഒരു ദിവസം മാത്രം നീണ്ടു നിൽക്കുന്ന ആഘോഷമല്ല. ഒരു ക്രൈസ്തവ വിശ്വാസി, മലങ്കര സുറിയാനി കത്തോലിക്കാ സഭാ വിശ്വാസിയായിരിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തോട് ചേർന്ന് നാൾക്കുനാൾ വർദ്ധിച്ചു വരുന്നതായ പുണ്യപിതാവിനോടുള്ളതായ ബഹുമാനവും ആദരവും, പുണ്യപിതാവിൻ്റെ വിശുദ്ധിയോട് ചേർന്ന് നിൽക്കുന്നതായ അനുഭവവും ഈ നാളുകളിൽ കൂടിക്കൂടി വരുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. നമ്മളതിനോട് ചേർന്ന് നിൽക്കുന്നു എന്നുള്ളത് നമുക്കറിയാം. എന്താണ് പുണ്യപിതാവിനെ ശ്രേഷ്ഠനാക്കി തീർത്തത്? ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടു: ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപങ്ങൾ കരുതി വയ്ക്കരുത്, തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കും. സ്വർഗത്തിൽ നിങ്ങൾക്കായി നിക്ഷേപങ്ങൾ കരുതി വയ്ക്കുക, അവിടെ തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കുകയില്ല.
പുണ്യപിതാവായ മാർ ഇവാനിയോസ് പിതാവിൻ്റെ നിക്ഷേപം എവിടെയായിരുന്നു എന്ന് ചോദിച്ചാൽ അത് സ്വർഗത്തിലായിരുന്നു എന്ന് നമുക്ക് നിസ്സംശയം പറയുവാൻ സാധിക്കുന്ന തരത്തിലുള്ളതായ തിരുശേഷിപ്പുകളാണല്ലോ പുണ്യപിതാവ് ഈ ലോകത്തിൽ അവശേഷിപ്പിക്കുന്നത്. നമ്മൾ കാണുകയും പഠിക്കുകയും അതിനോട് ചേർന്ന് നമ്മൾ അനുധാവനം ചെയ്യുകയും ചെയ്യുന്നത്. സന്യാസ ജീവിതത്തിലേക്ക് വിളിക്കപ്പെട്ടവരായ ബദനിയാശ്രമത്തിലെ വൈദിക ശ്രേഷ്ഠരും ബദനി മഠത്തിലെ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ് തങ്ങളുടെ ശതാബ്ദി ആഘോഷത്തോട് ചേർന്ന് വലിയ സന്തോഷത്തോടും അഭിമാനത്തോടും ചേർന്ന് നിൽക്കുമ്പോൾ വ്രതവാഗ്ദാന ശുശ്രൂഷയിൽ DM സിസ്റ്റേഴ്സ് ഇവിടെയുണ്ട്. നമ്മുടെ വ്രതവാഗ്ദാന ശുശ്രൂഷയോട് ചേർന്ന് നമുക്ക് ഓരോരുത്തർക്കും ലഭിച്ചിട്ടുള്ളതായ നമ്മൾ നൽകുന്നതായ സാരോപദേശത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായ മാർ ഇവാനിയോസ് പിതാവ് തൻ്റെ സ്വന്തം കൈപ്പടയിൽ എഴുതി വെച്ചതായ സാരോപദേശമാണ് വിശുദ്ധ സുവിശേഷത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതായ ഈ സാരോപദേശം. ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപങ്ങൾ കരുതി വയ്ക്കരുത്, തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കും. സ്വർഗത്തിൽ നിങ്ങൾക്കായി നിക്ഷേപങ്ങൾ കരുതി വയ്ക്കുവീൻ. പുണ്യപിതാവായ ധന്യൻ മാർ ഇവാനിയോസ് പിതാവ് തൻ്റെ നിക്ഷേപത്തെ സ്വർഗത്തിൽ കണ്ടുകൊണ്ടാണല്ലോ തൻ്റെ ജീവിതം മുഴുവൻ ജീവിച്ചിട്ടുള്ളത്. തൻ്റെ ജീവിതത്തിൽ പിതാവ് മുന്നോട്ട് പോയിട്ടുള്ളത്. തൻ്റെ ബാല്യകാലം മുതൽ ശൈശവ പ്രായം മുതൽ തന്നെ ദൈവത്തിലുള്ളതായ അചഞ്ചലമായ വിശ്വാസത്തിലേക്ക് നടന്നു നീങ്ങുന്ന പുണ്യപിതാവിൻ്റെ കാൽപ്പാടുകൾ, പുണ്യപിതാവിൻ്റെ തീരുമാനങ്ങൾ ഓരോന്നോരോന്നായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സ്വർഗത്തിൽ നിക്ഷേപങ്ങൾ കരുതി വയ്ക്കുന്നതാണ് ഒരു ക്രൈസ്തവൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതായ അനുഗ്രഹിക്കപ്പെട്ടതായ നിമിഷമെന്ന് പുണ്യപിതാവ് നമ്മളെ പഠിപ്പിക്കുന്ന, തൻ്റെ ജീവിതത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്ന പാഠങ്ങൾ പുണ്യപിതാവിൻ്റെ ജീവിതയാത്രയിലൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, മാർ ഇവാനിയോസ് പിതാവ് ബദനിയാശ്രമം സ്ഥാപിക്കുന്നതായ അവസരത്തിൽ ഭാരതീയ സംസ്കാരത്തോട് ചേർന്ന് ഭാരതത്തിൻ്റെ സംസ്കാരവും മൂല്യങ്ങളും ഒന്നും നഷ്ടപ്പെടുത്താതെ സന്യാസ ജീവിതത്തെ ഭാരതത്തിൽ സാക്ഷ്യമായി നൽകുന്നതിന് പുണ്യപിതാവ് ആലോചിക്കുമ്പോൾ സ്വർഗത്തിലെ പിതാവിനോട് ആലോചന നടത്തുന്നതായ അവസരത്തിൽ ബദനിയാശ്രമം എന്ന പേരും ബദനി മഠം, കന്യാസ്ത്രീ മഠം എന്നൊക്കെ പറയുമ്പോഴും ഔദ്യോഗികമായ നാമം പുണ്യപിതാവ് നൽകുന്നത് മിശിഹാനുകരണ സന്യാസ സമൂഹം എന്നാണ്. ബദനിയാശ്രമത്തെ മിശിഹാനുകരണ സന്യാസ സമൂഹമെന്നും പ്രിയപ്പെട്ട സിസ്റ്റേഴ്സിൻ്റെ സമൂഹത്തിന് മിശിഹാനുകരണ സന്യാസിനി സമൂഹമെന്നും പുണ്യപിതാവ് ഔദ്യോഗികമായ പേര് നൽകുകയാണ്. ഒരുപക്ഷെങ്കിൽ നമുക്കറിയാം, ചിലപ്പോഴൊക്കെ മറ്റ് സമൂഹത്തിൽപ്പെട്ടതായ വൈദിക ശ്രേഷ്ഠര് ആളുകൾ നമ്മളോട് ചോദിക്കും, നിങ്ങളുടെ സമൂഹത്തിൻ്റെ പേരെന്താണ് എന്ന് ചോദിക്കുമ്പോൾ മിശിഹാനുകരണ സന്യാസ സമൂഹം എന്ന് പറയുമ്പോൾ അതെല്ലാവർക്കും ഒരുപോലെയല്ലേ എന്ന് മറുപടി പറയാറുണ്ട്. എല്ലാവരും യേശുവിനെ അനുകരിക്കുന്നവരല്ലേ, മിശിഹാനുകരണ സന്യാസികളല്ലേ എന്ന മറുപടി ലഭിക്കാറുണ്ട്. നമുക്കറിയാം, ഒരുപക്ഷെ വിൻസെൻഷ്യൻ സമൂഹമുണ്ട്, ബെനഡിക്റ്റൻ സമൂഹമുണ്ട്, ഡൊമിനിക്കൻ സമൂഹമുണ്ട്, DM നമുക്കറിയാം മദർ മേരി പരിശുദ്ധ അമ്മയുടെ നാമത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടതായ സമൂഹങ്ങളുണ്ട്, ഫ്രാൻസിസ്കൻ സമൂഹങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നു മിശിഹാനുകരണ സന്യാസ സമൂഹത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു സമൂഹത്തിൻ്റെ പേരാണല്ലോ ഈശോ സഭ. ഇന്ന് ലോകം മുഴുവൻ കീഴടക്കിയതായൊരു സമൂഹമാണ്. പ്രത്യേകിച്ച് പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ ഈശോ സഭയിൽ നിന്ന് കടന്നു വന്നതായ പരിശുദ്ധനായ ഫ്രാൻസിസ് മാർപ്പാപ്പ ഈശോ സഭാംഗമായിരുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ ഞാൻ ഓർക്കുകയാണ്, പുണ്യപിതാവായ മാർ ഇവാനിയോസ് പിതാവ് ബദനി ആശ്രമത്തിനും ബദനി മഠത്തിനും പേര് നൽകിയപ്പോൾ മിശിഹാനുകരണ സന്യാസ സമൂഹം എന്ന പേര് നൽകുവാൻ കാരണം അതിനിടയ്ക്ക് വേറെ ഒരാളുടെ ആവശ്യമില്ല. ഇതിനപ്പുറത്തേക്ക് ഇനിയും വേറൊന്ന് പറയുവാനില്ല എന്ന അവസ്ഥയിലേക്ക് സന്യാസ ജീവിതത്തിൻ്റെ നിറവ്, സന്യാസ ജീവിതത്തിൻ്റെ പൂർണ്ണത
പുണ്യപിതാവായ മാർ ഇവാനിയോസ് പിതാവ് കാണുകയാണ്. സന്യാസ ജീവിത സഹായിയിൽ എഴുതി വച്ചിരിക്കുന്ന ഇപ്രകാരമാണല്ലോ: ലോകത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളവരിൽ യേശു തമ്പുരാനല്ലാതെ പൂർണ്ണമായ ഒരു സന്യാസി വേറെ ആരും ഇല്ല എന്ന്. ലോകത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ അല്ലാതെ, കർത്താവായ യേശു ക്രിസ്തു അല്ലാതെ വേറൊരു സന്യാസി, പൂർണ്ണമായ ഒരു സന്യാസി വേറെ ആരുമില്ല. എങ്കിൽ താൻ സ്ഥാപിച്ചതായ ബദനിയാശ്രമത്തിലെയും ബദനി മഠത്തിലെയും പിതാവ് ആശീർവാദം നൽകി സ്ഥാപിച്ചതായ DM കോൺഗ്രിഗേഷനും മറ്റ് സന്യാസ സമൂഹങ്ങളുമൊക്കെ ഈ മിശിഹാനുകരണത്തിലൂടെ പുണ്യപൂർണതയുടെ നിറവിലേക്ക് കടന്നു വരുവാൻ മാർ ഇവാനിയോസ് പിതാവ് ആഗ്രഹിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാർന്ന ഉദാഹരണവും സാക്ഷ്യവുമാണ് ഈ പേരിടിയിൽ തന്നെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. പ്രിയമുള്ളവരെ, മിശിഹാനുകരണം ഇന്നത്തെ വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊരിന്തോസുകാർക്ക് എഴുതിയതായ 1-ാം ലേഖനം 10-ാം അധ്യായം 16-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചു കേട്ടു. പൗലോസ് ശ്ലീഹ പറയുകയാണ്, നിങ്ങൾ എന്നെ അനുകരിക്കുന്നവരെ പോലെ ആകുവിൻ, നിങ്ങൾ എന്നെ അനുകരിക്കുന്നവരെ പോലെ ആകുവിൻ. ആർക്കാണിത് പറയുവാൻ സാധിക്കുന്നത്? കർത്താവായ യേശു ക്രിസ്തുവിനോട് താതാത്മ്യം പ്രാപിച്ചിട്ടുള്ളവർക്ക് മാത്രം പറയുവാൻ സാധിക്കുന്നതായ വചനമാണല്ലോ ഇത്. യേശുവിൻ്റെ ഹൃദയത്തെ തങ്ങളുടെ ഹൃദയമാക്കി രൂപാന്തരപ്പെടുത്തുന്നവർക്ക് മാത്രം പറയുവാൻ സാധിക്കുന്ന ഒന്നാണ് നിങ്ങൾ എന്നെ അനുകരിക്കുവീൻ എന്നുള്ളത്. യേശു മിശിഹായെ അനുകരിക്കുവാൻ വിളിക്കപ്പെട്ടവരായ സന്യാസ സഭയിലെ, സന്യാസ സമൂഹങ്ങളിലെ വൈദിക ശ്രേഷ്ഠരും പ്രിയപ്പെട്ട സിസ്റ്റേഴ്സും നമുക്ക് ഇനിയും വേറൊന്നില്ല, മറിച്ച് ഈ ഒരു വിളിയും നിയോഗവുമാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഹൃദയത്തെ സ്വന്തമാക്കുവാൻ, അവിടുത്തെ ഹൃദയത്തോട് അനുരൂപപ്പെടുവാനുള്ളതായ വിളിയും നിയോഗവുമാണ് പ്രത്യേകമായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ അവസാനമായിട്ട് എഴുതിയതായ തൻ്റെ അപ്പസ്തോലിക ലേഖനം ദിലക്സിത് നോസ് എന്ന് പറഞ്ഞാൽ അവിടുന്ന് നമ്മെ സ്നേഹിച്ചു എന്ന ആ അപ്പസ്തോലിക ലേഖനത്തിൽ പരിശുദ്ധ പിതാവ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുഹൃദയത്തോട് നമ്മൾ ചേർന്ന് നിൽക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് നമ്മളെ ഉത്ബോധിപ്പിക്കുകയാണ്. എനിക്ക് തോന്നുന്നു മാർ ഇവാനിയോസ് പിതാവ് ഈ ആശയം സന്യാസ ജീവിത സഹായിയിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടിരിക്കുകയാണ്. പിതാവിൻ്റെ വാക്കുകൾ ഇപ്രകാരമാണ്: എൻ്റെ ഹൃദയം വേറെ ആർക്കും ഞാൻ കൊടുക്കുകയില്ല. എൻ്റെ ഹൃദയം നിൻ്റെ തിരുഹൃദയത്തിൽ ഞാൻ ഒളിപ്പിച്ചു വയ്ക്കും. എൻ്റെ ബുദ്ധിയെയും മനസ്സിനെയും അങ്ങേ ബുദ്ധിയിലും മനസ്സിലും ഞാൻ ലയിപ്പിക്കും. അവിടുന്ന് എന്നിൽ പാർത്താൽ മതി, അവിടുന്ന് എന്നിൽ ജീവിച്ചാൽ മതി. പ്രിയമുള്ളവരെ, യേശുവിൻ്റെ തിരുഹൃദയത്തോട് അനുരൂപപ്പെട്ടുകൊണ്ട് യേശുവിനെ അനുകരിക്കുന്നവരായി നമ്മൾ തീരുമ്പോൾ, നമുക്കറിയാം, നമ്മൾ സാധാരണ പറയുന്ന ഒരു വാക്കുണ്ടല്ലോ, ആൾട്ടർ ക്രിസ്തുസ്. വിശുദ്ധ അഗസ്തീൻ പുണ്യവാളനും വിശുദ്ധ സിപ്രിയാൻ പുണ്യവാളനും ഒക്കെ പറഞ്ഞു വെച്ചതായ ഈ ഒരു നാമം, ഈ ഒരു വിശേഷണം ആൾട്ടർ ക്രിസ്തുസ്, മറ്റൊരു ക്രിസ്തുവായി തീരുന്നതിനുള്ള വിളിയും നിയോഗവുമാണ് സന്യസ്തരായ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തുവാണ് നമ്മുടെ മുൻപിലുള്ള യഥാർത്ഥമായ സന്യാസി. ആ സന്യാസിയിലേക്ക് വളരുവാൻ അത് ധന്യന്മാർ ഇവാനിയോസ് പിതാവ് പറയുന്നത്, ഉത്തരോത്തരം ഒരു സന്യാസി യേശുവിനെ പോലെ ആയിത്തീരണം എന്നാണ്. ഉത്തരോത്തരം ഒരു സന്യാസി യേശുവിനെ പോലെ ആയിത്തീരണം. പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് നടക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചല്ല. എൻ്റെയും നിങ്ങളുടെയും ജീവിത നിയോഗം, എൻ്റെയും നിങ്ങളുടെയും പ്രത്യേകമായ വിളി ഉത്തരോത്തരം ഒരു സന്യാസി യേശുവിനെ പോലെ ആയിത്തീരണം, യേശുവിനെ അനുകരിക്കുന്നവരായി തീരണം, യേശുവിൻ്റെ ഹൃദയം സ്വന്തമാക്കുന്നവനായി തീരണം. അങ്ങനെ വേറൊരു ക്രിസ്തുവായി ഈ ലോകത്തിന് നാം ഓരോരുത്തരും മാറിത്തീരുവാനുള്ള നിയോഗവും വിളിയും. നമുക്ക് തമ്പുരാന് നന്ദി പറയാം. ധന്യന്മാർ ഇവാനിയോസ് പിതാവിലൂടെ
മലങ്കര സഭയ്ക്ക് നവോത്ഥാനത്തിൻ്റെ ആധ്യാത്മികതയുടെ ഉണർവും ഓജസ്സും നൽകുവാൻ സ്ഥാപിതമായ സന്യാസ സമൂഹങ്ങളിൽ അംഗങ്ങളായിത്തീരുവാൻ വിളിക്കപ്പെട്ടവരായ നമുക്കറിയാം, നമ്മുടെ മുൻപേ കടന്നുപോയ പുണ്യപിതാക്കന്മാർ, ബദനിയാശ്രമത്തിലെ വൈദിക ശ്രേഷ്ഠരും ബദനി മഠത്തിലെയും സന്യാസ സമൂഹത്തിലെയും ഒക്കെ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, അവരെല്ലാം നമ്മൾ ഓർക്കുകയാണ്. വേറൊരു ക്രിസ്തുവായി യേശു ക്രിസ്തുവിൻ്റെ ഹൃദയത്തോട് അനുരൂപപ്പെട്ടുകൊണ്ട് ഈ ലോകത്തിൽ സാക്ഷ്യമായി ജീവിച്ച് അവരുടെ എല്ലാം ഓർമ്മകൾ നമ്മൾ ഈ ദിവസത്തിൽ പ്രത്യേകമായിട്ട് തമ്പുരാൻ്റെ സന്നിധിയിൽ നടത്തുമ്പോൾ പുണ്യപിതാവായ ധന്യന്മാർ യുവാനിയോസ് പിതാവിലൂടെ ലഭിച്ചിട്ടുള്ളതായ വിശുദ്ധിയുടെ അനുഭവം നമ്മുടെ ജീവിത വഴികളിൽ നമ്മളെ കൂടുതൽ ഉണർത്തുന്ന അനുഭവമായി കൂടെ ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ ചാൾസ് ഡി ഫുക്കോ അദ്ദേഹം പറയുന്നത്, യേശു തൻ്റെ സ്ഥാനത്തായിരുന്നുവെങ്കിൽ എന്തു ചെയ്യുമായിരുന്നുവോ അങ്ങനെ ചെയ്യുവാൻ ഞാനും പരിശ്രമിക്കും. ക്രിസ്തുവിൻ്റെ ഹൃദയവിചാരങ്ങളോട് പൂർണ്ണമായി അനുരൂപപ്പെടുന്നതിലൂടെ മാത്രമേ ഈ ലക്ഷ്യം നമുക്ക് സാധിക്കുകയുള്ളൂ. പ്രിയമുള്ളവരെ, എല്ലാവരും പറയുന്ന വാക്കുകൾ യേശുവിലേക്ക് നമ്മൾ ഉത്തരോത്തരം വളരുവാനുള്ളതായ വിളിയും നിയോഗത്തെക്കുറിച്ചാണ്. മിശിഹാനുകരണ സന്യാസ സമൂഹത്തിൻ്റെ അംഗങ്ങളെന്ന നിലയിൽ ഈ നിയോഗവും വിളിയും പ്രത്യേകമായിട്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു വിളിയായും വെല്ലുവിളിയായും ഈ കാലഘട്ടത്തോട് ചേർന്ന് ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ധന്യന്മാർ യുവാനിയോസ് പിതാവിലൂടെ തലമുറകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ട് നമുക്ക് ലഭിച്ചിട്ടുള്ളതായ പ്രത്യേകമായ സിദ്ധിയും വിളിയുമെല്ലാം ഈ കാലഘട്ടത്തിൽ കൂടുതൽ ഉണർവിൻ്റെ സാക്ഷ്യമായി നൽകുന്നതിന് തമ്പുരാൻ കൃപകൾ കൊണ്ട് നമ്മളെ ഓരോരുത്തരെയും നിറയ്ക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും നിയോഗങ്ങളെ, പ്രത്യേകിച്ച് സഭയുടെ പൊതുവായ നിയോഗത്തിൽ നമ്മൾ പ്രത്യേകമായിട്ട് ഓർക്കുന്നത് പുണ്യപിതാവായ മാർ യുവാനിയോസ് പിതാവ്, അവിടുത്തെ നാമം സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു, ദൈവദാസനായും ധന്യനായും പ്രഖ്യാപിക്കപ്പെട്ടു കഴിഞ്ഞു. ഇനിയും ഔദ്യോഗികമായ ഒരു നടപടിക്രമത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണല്ലോ. വാഴ്ത്തപ്പെട്ടവനായി വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെടുന്ന ആ ഒരു നിമിഷത്തിനായിട്ട് ഈ ഒരു നിയോഗം നമ്മുടെ പ്രാർത്ഥനയാണ്. അത് ത്യാഗമായി, പ്രാർത്ഥനയായി നമ്മൾ ഏറ്റെടുക്കുന്നതായ ശുശ്രൂഷകളിലൂടെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ വലിയ കൃപയും അനുഗ്രഹങ്ങളും നമ്മളെ വലയം ചെയ്യും, നമ്മളെയും മുന്നോട്ട് നയിക്കും. പുണ്യപിതാവ് സ്വർഗത്തിലിരുന്നു കൊണ്ട് നമുക്ക് കൃപയുടെ അഭിഷേകം പകർന്നു നൽകും എന്ന പൂർണ്ണ ബോധ്യത്തോടും വിശ്വാസത്തോടും കൂടെ ഈ വിശുദ്ധ ബലി നമുക്കർപ്പിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമേൻ.